prepared everything in advance. The way will be open. The reservoir for everything will be open. Manna will fall. The supernatural will become natural. If you believe, shout the name of Jesus, which is the biggest supernatural name. ഇവിടെ വരുന്ന 10,000-ങ്ങൾക്കും വേറെ ഒരിടത്തും നടന്നിട്ടില്ലാത്തത്, വേറെ ആർക്കും നടത്തിയിട്ടില്ലാത്ത പുതിയതൊന്ന്, ആരും കണ്ടിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ മക്കളിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ മക്കളിൽ, നിന്റെ ആരോഗ്യത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും അന്യഭാഷയിൽ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും അന്യഭാഷയിൽ സ്തോത്രം ചെയ്താട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. നീ പ്രഭാതത്തിൽ ദൈവത്തോട് സംസാരിച്ചാട്ടെ, ദൈവത്തോട് സംസാരിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനുഷ്യനോടാണ് സംസാരിച്ചതെങ്കിൽ, പ്രശ്നങ്ങളോടാണ് സംസാരിച്ചതെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് സംസാരിച്ചാട്ടെ. ദൈവത്തോട് സംസാരിക്കുന്നവൻ്റെ ജീവിതം അപ്പാടെ മാറി മറിയുക തന്നെ ചെയ്യും. ദൈവത്തോട് സംസാരിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്കൊരു വിടുതലുണ്ടാകും. ദൈവത്തോട് സംസാരിച്ചാൽ നീ ഒരു അത്ഭുതമായിട്ട് മാറുക തന്നെ ചെയ്യും. ഓ കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. കർത്താവിനോട് സന്നിധിയിൽ ആരാധനയോടെ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടുന്നു. ആരാധിക്കാം യേശു കർത്താവിനെ, നമുക്കാരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് ആരാധിക്കാം യേശു കർത്താവിനെ. നമുക്കാരാധിക്കാം കരങ്ങൾ അടിച്ചുകൊണ്ട് യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടുന്ന്.
കർത്താവിനെ നമുക്കാരാധിക്കാം. യേശു കർത്താവിനെ നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. ആരാധിക്കാം യേശു. കരങ്ങൾ ശക്തിയോടെ അടിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടുന്നു. യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, അവൻ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് വീഴാതെ, ആമേൻ, നശിച്ചു പോകാതെ, തകർന്നു പോകാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയാകാതെ, പരിഹാസം മാത്രമാകാതെ ഇത് ഇത്രത്തോളം നമ്മളെ നടത്തിയ കർത്താവിനോട് ഇനി ഞാൻ നിന്നെ കൈവിടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞ കർത്താവിനോട് നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. പിതാവേ, നന്ദിയോടെ സ്തോത്രം. നീ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ ആ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഇന്ന് ഞങ്ങൾക്കായിരിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി യേശുവേ. ഞങ്ങളുടെ കൂടെ കർത്താവുണ്ട്. ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ ബലം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് യേശുവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. ഈ സമയത്ത് തങ്കുബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ മക്കളെ അനുഗ്രഹിക്കുക. അന്യ സഹോദരിയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ ക്ഷേമത്തോടെ ഞങ്ങളുടെ മധ്യത്തിലെത്തിക്കുന്നതിനായി നന്ദി. തോമസ് ഒടിവറിനെയും നീനാസൂരിയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കും. ഞങ്ങൾ പരസ്പരം ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം.
എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദറിൻ്റെ പ്രത്യേക സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് കർത്താവിന് നന്ദി പറയുക. നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് ലോകം മുഴുവനും നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മാലത്തുള്ള കുഞ്ഞുമ്പതിൻ്റെ മോള്, ആ മോള് ഭക്ഷണം കഴിച്ച് വേസ്റ്റ് കളയാനായിട്ട് ചെന്ന് തിരിച്ച് ഡോറാടെ ഒരു സെക്കൻഡിൻ്റെ സമയം പെട്ടെന്ന് പുറത്ത് തൊട്ടടുത്ത് US-ൻ്റെ ഒരു നേവൽ ബേസ് ഉണ്ട്, അവിടെ വന്ന ഒരു മിസൈൽ വീണു, പൊട്ടിത്തെറിച്ച് അന്ന് അവിടെ ആ മോള് കൂടെ നിന്ന് പലരുടെയും ദേഹത്ത് വന്ന് ചില്ലുകളൊക്കെ അടിച്ച്. ഇപ്പോൾ രാവിലെ ആ മോള് വിളിച്ചപ്പം പറഞ്ഞു ഒത്തിരി ഇഞ്ചുറീസ് ഉണ്ടായി. എന്നാൽ ആ മോള് സെക്കൻഡ് ആ മോൾ ഡോറ് അകത്തോട് കയറി അടുക്കുകയെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ആമേൻ. പെട്ടെന്ന് അവിടെ നിന്ന് എന്നെ വിളിച്ചു. അവിടുത്തെ നമ്മളെ ശുശ്രൂഷനെ ബന്ധപ്പെട്ട് വേറെ ഒരു വീട്ടിലേക്ക് ആ മോളൊക്കെ പോയി സുരക്ഷിതരായിട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും മക്കൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. ആമേൻ. അവരൊക്കെ കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിലായിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. ആമേൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതെല്ലാം കാണുമ്പോൾ, നീ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒക്കെ കാണുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ട സമയമാണ്. നമുക്കൊരു കാര്യം അറിയാം, ഇതൊന്നും ആരൊക്കെ നിയന്ത്രിച്ചാലും നിയന്ത്രിക്കപ്പെടുന്ന കാര്യമല്ല, ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. യേശു കർത്താവ് പറഞ്ഞു, ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിങ്ങൾ നിവർന്ന് തലപൊക്കുവീൻ. ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കളുടെ ഉള്ളിൽ ഒരു വശത്ത് പല മക്കളെയൊക്കെ കുറിച്ച് ഭാരമുണ്ടെങ്കിലും നമ്മുടെ അകത്തെ മനുഷ്യൻ നിവർന്ന് തല ഉയർത്തുക. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാറായി. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവ് വരാറായി. ഓ റഖന റഷന്തന. യേശു പറഞ്ഞു, എൻ്റെ വരവിന് മുമ്പായി ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. അടുത്തിരിക്കുന്ന ആൾ പറ, ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ. ആമേൻ, ആമേൻ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒരുക്കേണ്ട സമയമാണ്. നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ ഒരു പാട്ടുണ്ടല്ലോ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകരങ്ങൾ അടിച്ചുകൊണ്ട് വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിൽ അല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയും ഇല്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം.
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങീട. ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ടത് പാടിയാട്ടെ. തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വരുവതിൽ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പല വീണൊഴുന്ന് ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പല വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അതിരായി തീരുന്നതാ ഒരുങ്ങീട. ലോകമോഹങ്ങൾക്ക് അതിരായി തീരുന്നതാ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ഹല്ലേലൂയ. യേശു വരാറായി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു വരാറായെന്ന്? കാഹളം മുഴങ്ങാറായി എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ ചേരുന്ന വേഗത്തിൽ ലിംബവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ലിംബവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോൾ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ഹല്ലേലൂയ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വില കൂടാൻ പോകുന്നു എന്നുള്ളതല്ല. സ്വർണത്തിന് വില കൂടാൻ പോകുന്നതോ, നമ്മുടെ നിത്യോപയോഗ സാഹചര്യത്തിന് വില കൂടാൻ പോകുന്നതോ, പെട്രോളിനും ഡീസലിനും വില കൂടാൻ പോകുന്നതോ അതിനുവേണ്ടി കരുതിക്കോ എന്നല്ല പറയുന്നത്. ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ കാന്തനായ യേശു വരാറായി എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതെല്ലാം നടക്കുന്നത് കാണുമ്പോൾ ആ കാഹളം മുഴങ്ങാനുള്ള സമയമായി എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. അതിനുവേണ്ടി നീനെ തന്നെ ഒരുക്കുക. ഓ റബ ശന്തനറബ. ഹല്ലേലൂയ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോൾ. ഓ കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ ചേരുന്ന വേഗത്തിൽ ലിംബവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ലിംബവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ഓ ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കുന്നു. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ. ഓ ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. മണവാളൻ നമ്മെ
ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ എന്നെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ഓ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാൻ വിശുദ്ധിയോടെ ഹല്ലേലൂയ. ആർത്ത് വിളിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അടുത്തിരിക്കുന്ന ആള് പറ യേശു വരാറായി എന്ന് പറ. യേശു വരാറായി എന്നൊന്ന് പറഞ്ഞേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞേ. യേശു വരാറായി. ശാന്താന യേശു വരാറായി. ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ. നിങ്ങൾ ഞാനും ഒരുങ്ങേണ്ട സമയമാ. ആമേൻ 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 ആമേ. കറ ചുളുക്കം മാലിന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവസഭ ഒരു മണവാട്ടി ഒരുങ്ങുന്നത് പോലെ, ആമേൻ ആമേൻ, വിവാഹ ദിവസത്തിലേക്ക് ഒരു മണവാട്ടി ഒരുങ്ങുന്നത് പോലെ, വിവാഹത്തിൻ്റെ ദിവസം അടുക്കും തോറും മണവാട്ടിക്ക് ടെൻഷനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ആമേൻ ഒരുങ്ങേണ്ട സമയമാണ്. മണവാട്ടി ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങേണ്ട സമയമാണ്. ഹല്ലേലൂയ ആമേൻ. നമുക്കൊരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന സന്ദേശം ക്ഷീണിച്ച് മടുക്കരുത്. ആമേൻ. ആത്മീയമായ ക്ഷീണവും ആത്മീയമായ മടുപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ തുടക്കത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നു, അതെല്ലാം നല്ലതാണ്. പക്ഷെ അവിടെ കൊണ്ട് എല്ലാം തീർന്നു എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അവിടെ ആത്മീയ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നിമിഷം മുതൽ നമ്മുടെ ആത്മീയ ജീവിതം, യഥാർത്ഥത്തിലുള്ള ജീവിതം ആരംഭിക്കുക. ഇവിടെ പറയാണ്, നമ്മുടെ മുമ്പിലുള്ള ഓട്ടം. ആമേൻ. പറ, എൻ്റെ മുമ്പിൽ ഒരു ഓട്ടം ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുമ്പിൽ എനിക്ക് ഓടാനായിട്ട് എൻ്റെ കർത്താവ് ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം ഞാൻ എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. അടുത്തിരിക്കാണ് പറ, ഒരു ഓട്ടം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ ഓട്ടത്തിൽ എനിക്ക് ചിലത് കാണണം. എൻ്റെ ഈ ഓട്ടത്തിൽ എൻ്റെ കണ്ണാലെ എനിക്ക് ചിലത് കാണണം. ആമേൻ. എൻ്റെ കർത്താവ് എന്നോട് വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ എൻ്റെ ഭവനത്തിനകത്ത് നടക്കുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് എൻ്റെ കണ്ണാലെ കാണണം. എൻ്റെ മക്കൾ ഉന്നത നിലയിൽ വരുന്നത് എനിക്ക് എൻ്റെ കണ്ണാലെ കാണണം. ആമേൻ. എൻ്റെ ആയുസ്സിലും എൻ്റെ ആരോഗ്യത്തിലും വചനം പറയുന്നത് പോലെ ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന് വചനം പറയുന്നത് പോലെ തൃപ്തിയുള്ള ഒരു ദീർഘായുസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കണം. ഓ റബ ശന്തന റബ ഹത്തര ഹല്ലേലൂയ. എനിക്ക് എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എനിക്ക് കാണണം. ആമേൻ. എൻ്റെ ഭവനം ഒരു സ്വർഗീയ ഭവനമായി, സ്വർഗത്തിലെ പോലെ തന്നെ ഈ ലോകത്തിലെ സന്തോഷം നിറഞ്ഞൊരു ഭവനമായിട്ട്
ആമേൻ. എൻ്റെ മക്കൾ എൻ്റെ വീടിനകത്ത് ഒലിവ് തൈകൾ പോലെ സമാധാനം തരുന്നവരെ പോലെ ആയിരുന്നത് എനിക്കത് കാണണം. ഹല്ലേലൂയ. എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ ചാർച്ചക്കാരുടെയും മധ്യത്തിൽ എൻ്റെ വീട് ആമേൻ മറഞ്ഞിരിക്കാതെ ഉയർന്നിരിക്കുന്നത് നാട്ടുകാര് അത്ഭുതപ്പെടുന്ന നിലയിൽ, ആമേൻ ആമേൻ, നാട്ടുകാര് അതിശയിക്കുന്ന നിലയിൽ, ആമേൻ ആമേൻ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകുന്നത് എനിക്ക് കാണണം. ഇന്ന് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി അമ്മേ സഹായത്തിനായിട്ട് കൈ നീട്ടുന്ന ഞാൻ ഇനിയുള്ള നാളുകളിൽ അനേകർക്ക് വാരി കൊടുക്കുവാൻ തക്കവണ്ണം ആമേ സമൃദ്ധി എൻ്റെ വീടിനകത്തുണ്ടാകുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണണം. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ ഓട്ടത്തിൽ എനിക്ക് ചിലത് കാണണം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല എൻ്റെ ആത്മീയ ജീവിതത്തിലും എനിക്ക് ചിലത് കാണണം. ആമേൻ. കർത്താവ് പറഞ്ഞതുപോലെ എന്നിലൂടെ വലിയ ദൈവപ്രവർത്തികൾ ഈ നാളുകളിൽ വെളിപ്പെടണം. ആമേൻ ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ നാളുകളിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത പല പ്രവൃത്തികളും നമ്മളിലൂടെ എൻ്റെ കർത്താവ് വെളിപ്പെടുത്തും. ഈ ദിവസങ്ങളിലെ ഉപവാസം അതിനൊക്കെ മുഖാന്തരമാ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോണം, ചിന്തിക്കാത്ത നിലയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളായിരിക്കും നിങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ആമേ. ചിന്തിക്കാത്ത നിലയിലുള്ള മാന്യതയായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ആമേൻ ആമേൻ ആമേൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പദവികളായിരിക്കും നിങ്ങളുടെ മക്കളെ തേടി വരാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ആമേൻ ആമേൻ അംഗീകാരങ്ങൾ നമ്മളെ തേടി വരാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ആർത്തു വിളിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ഞാനും ഇന്ന് വരെ ചെല്ലുമ്പോൾ നടക്കാത്ത പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നടക്കുന്ന നമ്മൾ കാണാൻ പോവാ. ആമേൻ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ കൊല്ലത്തായിരുന്നു. കൊല്ലം ട്രിവാൻഡ്രത്തൊക്കെ മീറ്റിങ്ങിലായിരുന്നു. സുജയും ഞാനും കൊല്ലത്തെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ ഇന്ന് രാവിലെ അപ്പോൾ നമ്മുടെ അടുത്ത് പുത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മരണമുണ്ടായി. അപ്പോൾ അവിടുത്തെ സഹോദരൻ പറയും നമുക്ക് അവിടെ വരെ പോകണം, കുറേ ദൂരം. അപ്പോൾ ഞാനും വിനോദ് ബ്രദറും ആ സഹോദരന്മാരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് പോകും രാവിലെ. അപ്പം ഞാൻ രാവിലെ ആ റൂമിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു പയ്യൻ അവിടെയുണ്ട്. ആ പയ്യൻ അവിടെ ഇല്ല. ആ പയ്യൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങ് കുറച്ച് നമ്മുടെ ക്യാമറ ഇരിക്കുന്നതിനൊക്കെ അപ്പുറയാണ്, കുറച്ചുകൂടെ ദൂരെയാണ്. ആ ഹോട്ടലിലെ നടത്തിപ്പുകാർ, അവർക്ക് വേറെ 1-2 ഹോട്ടൽ വേറെയുണ്ട്. അതിനെല്ലാം നടത്തിപ്പുകാരൻ അവിടുത്തെ ഒരു മെയിൻ പാർട്ടിയുണ്ട്. അവരുടെ കൂടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി നടന്നു വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരെല്ലാവരും ആ റൂമിനകത്തൊന്ന് ചാടി ഇങ്ങനെ എഴുന്നേക്കുക. എനിക്ക് പിടികിട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചു. നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ ചിരിക്കണ്ടേ? അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ ആ ലോബിയിലേക്ക് പോയി. അവിടുത്തെ ഒരു സെറ്റി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഇരുന്നു. അവിടെ വേറെ ആരും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനോദ് ബാർ അപ്പുറത്തുനിന്ന് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ വിനോദ് ബാർ അറിയാലോ, ഞങ്ങൾ ആരെ കണ്ടാലും ആരോടെങ്കിലും ഒരു സുവിശേഷം പറയണം. അപ്പോൾ വിനോദ് ബാർ അവിടെ 2 പേരോട് പറയുന്നു. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അവിടുത്തെ ഒരു എഞ്ചിനീയർ എൻ്റെ അടുത്ത് വന്നു വെച്ച് എന്നോട് ഓരോ കാര്യം ചോദിച്ചാൽ ആ പുള്ളിയോട് ഞാൻ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നു. നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ആ ഹോട്ടലിലെ പ്രധാനപ്പെട്ട ഒരു 10ഓളം പേര് ഓടി ഞങ്ങളുടെ ചുറ്റും വന്നിങ്ങനെ നിൽക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ ചുറ്റും വന്ന് നിൽക്കുക. എന്നിട്ട് അവരുടെ വിഷയങ്ങളെല്ലാം ഞങ്ങളോട് പറയുക. അവിടുത്തെ ചെറിയ പാർട്ടിയല്ല, അവിടുത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വലിയ ഹോട്ടലാണ്. അവർ വന്ന് ഞങ്ങളുടെ ചുറ്റും നിന്നിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, ഈ ഹോട്ടലിലെ കാര്യങ്ങൾ, ഇവിടെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ഞങ്ങൾ ധൃതിക്ക് പോകാൻ നിൽക്കുക, ഞങ്ങളെ വിടത്തില്ല. ആമേൻ ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോയി. അപ്പോൾ സുജ എൻ്റെ കൂടെ ഉണ്ടെന്നോ സുജ എൻ്റെ കൂടെ വരുന്നില്ലെന്നോ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ വണ്ടിയെ കയറി ഞങ്ങളങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുജയുടെ റൂമിലേക്ക് അവിടുത്തെ എഞ്ചിനീയറുടെ ഒരു കോള്, മാഡം റൂമിലുണ്ടോ?
ഞങ്ങളുടെ ഇവിടുത്തെ HR ഒരു ലേഡിയാ. ആ ആൾക്ക് മാടവുമായിട്ടൊന്ന് സംസാരിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സുജ ഉടനെ ഈ എഞ്ചിനീയർ തന്നെ ഇവരെ റൂമിൽ കൊണ്ടുവന്നു. അവർ ഭയങ്കര പ്രശ്നത്തിലിരിക്കുക. ആ സഹോദരിയായിട്ട് സുജ കുറേ നേരം സംസാരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ ആമേൻ ആമേൻ. ഞാൻ പറഞ്ഞ എന്നാന്നറിയാമോ, ഈ ദിവസങ്ങളിൽ നമ്മൾ പോലും അറിയാത്തവരാ. ആമേൻ ആമേൻ. നമ്മൾ പോലും കണ്ടിട്ടില്ലാത്തവരാ ഈ ദിവസങ്ങളിൽ. ആമേൻ ആമേൻ. അത് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ആമേൻ, നമ്മളിലെ പരിശുദ്ധാത്മാവ്, നമ്മളിലെ അഭിഷേകം ഈ ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാൻ പോവാ. ദുറാബാബാബ ശന്തന ഈ ദിവസങ്ങളിൽ നമ്മളിന് മുമ്പിൽ അത് വെളിപ്പെട്ട് വരാൻ പോവാ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ പറ, ഈ ദിവസങ്ങളിൽ നമുക്ക് ചിലത് കാണണമെന്ന് പറ. നമുക്ക് ചിലത് കാണണം. ആമേൻ ആമേൻ. നമ്മുടെ കൈകളിലൂടെ ചിലത് നടക്കുന്നത് നമുക്ക് കാണണം. നമ്മുടെ വാക്കിനാ ചിലത് സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണണം. ദുറാബ ശന്തന കാണണ്ടേ കാണണ്ടേ കാണണ്ടേ. ആമേൻ. ഈ ദിവസങ്ങളിൽ അഭിഷേകം നമ്മൾ ജ്വലിക്കണം. ആമേ, കൃപാവരങ്ങൾ നമ്മൾ ജ്വലിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കൃപാവരങ്ങൾ നിറഞ്ഞവരാ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ ഉണ്ടല്ലോ, ആമേ, തണുത്ത് കിടക്കുകയാണോ? അത് ഈ ദിവസങ്ങളിൽ ജ്വലിക്കുന്നത് നമുക്ക് കാണണം. മുമ്പിൽ വരുന്നവരെ നോക്കി അവിടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങൾ ജ്വലിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആമേ, മൂലയിൽ ഇരിക്കുന്നവര്, ആരും അറിയാതിരിക്കുന്നവര് ഈ ദിവസങ്ങൾ പ്രവചനാത്മാവിൽ നിറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന ദിവസങ്ങളാ. ആമേ, കൃപാവരങ്ങളിൽ ഇവിടെയുള്ള പലരെയും എൻ്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന നാളുകളാ. ആർത്ത് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ദുർബാബാബ ശാന്തന ദീഖനറബ ശാതലറബ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നടക്കുന്നത്, ഇത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല നടക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വലുപ്പം കൊണ്ടല്ല നടക്കുന്നത്, ആമേൻ, നമ്മുടെ കുടുംബ മഹിമ കൊണ്ടല്ല നടക്കുന്നത്. ഇത് നടക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാലാ. ഇന്ന് നീ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിന്റെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ 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 ചുമന്നുകൊണ്ട് പോകാൻ പോവാ. അടുത്ത ദേശങ്ങളിലേക്ക് നിന്റെ പേരുമായി ആമേൻ ആമേൻ പരിശുദ്ധാത്മാവ് പോകാൻ പോകുക. കണ്ടോണം. ഈ ദിവസങ്ങളിൽ നിന്നെ അറിയാത്ത വീടുകളിൽ നിന്ന് ആമേൻ നിനക്ക് കോളുകൾ വരാൻ പോവാ. ദുർബ ശന്തന. ആമേൻ. പത്രോസ് എന്ന് പറയുന്ന ആ ആള് ആമേൻ ഒരു കഴിവുമില്ലാത്ത ആളാ. ഒരു കഴിവുമില്ലാത്ത ആളാ, ഒരു യോഗ്യതയുമില്ലാത്ത ആളാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസ് തൻ്റെ പേരുമായിട്ട് കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ആരെയും അയച്ചോ? ഇല്ല. പക്ഷെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് പത്രോസിനെ തിരക്കി വരികയാ. ആമേൻ 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 ആമേൻ. പത്രോസ് ഇരിക്കുന്ന ആ വീടിന്റെ പേരും പത്രോസ് അതിന്റെ പേരും അടക്കം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പത്രോസ് അവിടെ കൊർന്നേലിയോസിന് വെളിപ്പെടുത്തി കൊടുക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, നിന്റെ പേരും വീട്ടുപേരും അടക്കം ദുർബ ശന്തന. ആമേൻ ആമേ. പലർക്കും എൻ്റെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കാൻ പോവാ. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കാരണം എന്നാന്നറിയാമോ? ആമേ, നിന്റെ കഴിവല്ല, നിന്നിലുള്ള അഭിഷേകത്തിന്റെ പവറാ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൽ നിറഞ്ഞോണം, അഭിഷേകത്തിൽ നിറഞ്ഞോണം, കൃപാവരങ്ങൾ നിറഞ്ഞോണം. ആമേൻ ആമേൻ. ഇതുണ്ടല്ലോ ആമേൻ, കുറച്ചു പേർക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൈയടിച്ചിരിക്കുന്നവർക്കല്ല, ചോദിക്കുന്നവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ആഗ്രഹം വരണം, എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. ആമേൻ ആമേൻ ആമേ. ബലാത്കാരത്തോടെ ഇന്ന് എത്ര പേര് ചോദിച്ചു വാങ്ങാൻ തയ്യാറാ? ആമേൻ ആമേൻ. അപ്പം ഇരിപ്പുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാ, ഒരു നിവൃത്തിയുമില്ല തരാൻ. പക്ഷേ ആവശ്യക്കാരൻ വന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. വീണ്ടും മുട്ടുകയാ, നിവൃത്തിയില്ല, നീ പോ. പക്ഷേ ഇവന് ആവശ്യക്കാരനാ, അവൻ പറഞ്ഞു എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അവർക്കാ കിട്ടുന്നത്.
ആമേൻ ആമേൻ. നീ ചോദിച്ചു ഈ അവസാന ശല്യം മാറ്റാനാണെങ്കിലും വരുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ അപ്പമല്ല വരാൻ പോകുന്നത്, കൃപാവരങ്ങൾ, അഭിഷേകത്തിന്റെ വലിയ പകർച്ച ഈ ദിവസങ്ങളിൽ നിനക്കെന്റെ കർത്താവ് തരാൻ പോവാ. നിന്നെ ആള് മാറുന്ന നിലയിൽ എന്റെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ. ഓ റോക്കോബ ഷാധലറബ. ആമേൻ ആമേൻ. ആത്മാവിലൊന്ന് സ്തുതിച്ചേ. ദുരബ ശന്തന. നീ ചെല്ലുന്ന ഫംഗ്ഷനുകളിൽ എന്റെ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവാ. ആമേൻ ആമേൻ. നീ ചെല്ലുന്ന കുടുംബ യോഗങ്ങളിൽ എന്റെ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ചില കുടുംബ യോഗങ്ങളിലേക്ക് വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ നീ അവിടെ ആത്മാവിൽ പ്രവചിക്കാൻ പോവാ, ആത്മാവിൽ ദൂത് പറയാൻ പോവാ. ആമേൻ 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 ആമേൻ. നീ ചെല്ലുന്ന വിവാഹത്തിന്റെ വിരുന്നുകളിൽ എന്റെ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവാ, എന്റെ തമ്പുരാൻ നിന്നെ ഉപയോഗിക്കാൻ പോവാ. കാരണം എന്നാന്നറിയാമോ? നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ആമേൻ ആമേൻ ആമേൻ. ചോദിക്ക, ഹൃദയം കൊണ്ട് ചോദിക്ക. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ദോറാ ശാന്തന. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇരുന്നാട്ടെ. ശന്തര ബലബലവ ഊറാ ശാതലറബ ഹത്തര. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടത്തിനകത്ത് ചില ആഗ്രഹങ്ങൾ കൂടെ വേണം. ചുമ്മാ ഒന്ന് ഓടി തീർക്കാനല്ല. എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കുമ്പോൾ, ആമേൻ, തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഓട്ടത്തിൽ നടന്ന പല കാര്യങ്ങളും എടുത്തു പറയത്തക്ക നിലയിലുള്ളതായിരിക്കണം. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കണം. ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് പോകുമ്പോൾ സ്തോത്രം, നമ്മുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന നിലയിലായിരിക്കണം ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ ഓട്ടത്തിനോടിടയ്ക്ക് നീ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അടുത്തേക്ക് പറ, ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് പറ. നമ്മളെ വിളിച്ചവൻ ലജ്ജിപ്പിക്കുന്നവനല്ല. ആമേൻ ആമേൻ. തക്ക സമയത്ത് ആമേൻ. ചെറുതല്ല കൊണ്ട് തരാൻ പോകുന്നത്, വേണ്ടുവോളം കൊണ്ട് തരും. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കാര്യം പറഞ്ഞല്ലോ. ആമേൻ. വലിയ പട്ടിണിയായിരുന്നു, ഒന്നുമില്ല വീട്ടിൽ. പക്ഷേ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് തീഷ്ണത, ദാഹം, അതാ വേണ്ടത്. വയറ് പട്ടിണിയാണെങ്കിലും ഉണ്ടല്ലോ, നിന്റെ ആത്മീയ ദാഹം കുറയരുത്. നിന്റെ വയറ്റിലോട്ടൊന്നും ചെല്ലുന്നില്ലെങ്കിലും ആമേൻ, നിന്നിലെ ആത്മീയ ദാഹം ഒട്ടും കുറയാതിരുന്നാൽ പൊന്നുപോലെ ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കളിയാക്കാനൊക്കെ പലരും കാണുമെന്നേ. കളിയാക്കുന്നവരുടെ എണ്ണം കൂടിക്കോട്ടെ. അപ്പോഴേ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ. ഇദ്ദേഹത്തെ കളിയാക്കാനും പരിഹസിക്കാനും പുച്ഛിക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥയെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ദിവസം കുറേ ചെറുപ്പക്കാർ ഇദ്ദേഹത്തെ പരിഹസിക്കാനായിട്ട്, ഹല്ലേലൂയ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോണം. ഇന്ന് ഭാരത്തിലോ പ്രയാസത്തിലോ ഇരിക്കുന്ന ചിലർ ഇത് കേൾക്കാത്തവരുണ്ട്. അവരുടെ അറിവിനായിട്ട് പറയുക. അദ്ദേഹത്തെ പരിഹസിക്കാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപദേശിയുടെ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു എന്ന് കേട്ടല്ലോ, ഞങ്ങൾ വരട്ടെ, ഞങ്ങൾക്കൂടെ ഭക്ഷണം തരാമോ? ഉപദേശി പറഞ്ഞു, അതിനെന്നാ വാ, നമുക്കവിടെ ഉള്ളതുപോലെ കഴിക്കാം. ഹല്ലേലൂയ. യഹോവ ഈരേ. പറ, വീട്ടിലൊന്നും ഇല്ലെങ്കിലും ആമേൻ, ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചു വന്നാൽ വാ കുഞ്ഞുങ്ങളെ വരാൻ പറയണം. കാരണം എൻ്റെ ദൈവം കരുതിക്കോളും. ആമേൻ ആമേൻ. അദ്ദേഹം വരാൻ പറഞ്ഞു, വന്നു. ഉപദേശിയുടെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ ഉണ്ടാക്കിയത്? മോഹം കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഉടനെ കൂടെ വന്നവര് പരിഹസിക്കാനായിട്ട് വാ തുറക്കുക. ഉപദേശി, നിങ്ങൾ പറയുന്ന സുവിശേഷം ഇതാണോ? പട്ടിണിയാണോ? ഒന്നുമില്ലേ? ഇതെന്നാ സുവിശേഷമാണെന്ന് പറയാൻ വാ തുറക്കുന്നതിന് മുൻപ് പറ.
വാ തുറക്കുന്നതിന് മുൻപ് ദൂറാബ ശന്തന ആമേൻ തൊട്ടടുത്ത കടവിൽ നിന്നൊരു ശബ്ദം കേൾക്കുക. ഉപദേശിയുടെ വീടേതാ? ഉപദേശിയുടെ വീടേതാ? ആമേൻ ആമേൻ. ഉപദേശി പറയുന്നു, ഞാനാണ് ഉപദേശി. ഉപദേശി എൻ്റെ മുതലാളി, എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ, ഈ വള്ളം നിറയെ ആമേൻ അരിയുണ്ട്, ഏത്തപ്പഴമുണ്ട്, കപ്പയുണ്ട്, എല്ലാ സാധനങ്ങളുമുണ്ട്. ഉപദേശിക്ക് തരാൻ തന്നുവിട്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, നീ ചോദിക്കുന്നതോ നീ ഭാരപ്പെടുന്നതോ അല്ല, മാത്രമല്ല നടക്കാൻ പോകുന്നത് അതിനേക്കാൾ അധികമായി. ആമേൻ ആമേൻ ആമേ. പരിഹസിക്കാനും നിന്ദിക്കാനും വരുന്നവരുടെ വാ അടപ്പിക്കുന്ന തരത്തിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിന്റെ വീടിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാ. ആമേൻ 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 ആമേൻ. ഈ ദിവസത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ പവർ ഈ ദിവസങ്ങളിൽ നീ അനുഭവിച്ചറിയാൻ പോവാ. ദൈവത്തിന്റെ കരത്തിന്റെ പവർ ഈ ദിവസങ്ങളിൽ നീ അനുഭവിച്ചറിയാൻ പോവാ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദൈവം പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ ആ കരത്തിന്റെ ശക്തി എന്താണെന്ന് നീ രുചിച്ചറിയാൻ പോവാ. ബാബാ, യേശു തന്നെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നുവെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞില്ലേ? ആമേൻ. അങ്ങനെ കർത്താവുമായിട്ടുള്ള നിന്റെ നടത്തത്തിൽ ഒന്നും കാണുന്നില്ലായിരിക്കാം. പക്ഷേ എവിടെയെങ്കിലും നീ ഒന്ന് വഴുതി പോകാൻ തുടങ്ങിയാൽ കണ്ടോ, ഈ കരത്തിന്റെ ശക്തി കൂടിയത് കണ്ടോ, ഈ കരത്തിന്റെ പവർ കൂടിയത് കണ്ടോ? ഇല്ല, ഈ കരത്തിൽ നിന്ന് എന്നെ ആരും പിടിച്ചെടുക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ അതാണ് നടക്കാൻ പോകുന്നത്, അതാണ് സംഭവിക്കാൻ പോകുന്നത്. നീ എവിടെയെങ്കിലും വഴുതി പോകാൻ തുടങ്ങിയാൽ ഇല്ല, നീ വീഴാതെ നിന്നെ കരുതുന്ന ഒരു കരത്തിന്റെ പവർ, ഒരു കരത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാൻ പോവാ. ഇല്ല, ഈ കരത്തിൽ നിന്ന് എന്നെ ആർക്കും പിടിച്ചു പറിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദാരിദ്ര്യം നിന്നെ പിടിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ പിടിച്ചു പറിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഈ വരുന്ന 6-ാം മാസം വരെ ദൈവമക്കളുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. ആമേൻ 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 ആമേൻ. എന്നാൽ 7-ാം മാസം തുടങ്ങുമ്പോൾ മുതൽ ആമേൻ ആമേൻ ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. ഞാനത് വിശ്വസിച്ചിരിക്കുക. 7-ാം മാസം തുടങ്ങുമ്പോൾ മുതൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുതിച്ചു കയറ്റമായിരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു കുതിച്ചു കയറ്റം എൻ്റെ ദൈവം ഒരുക്കി വച്ചിരിക്കുക. ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ നിന്റെ വിഷയങ്ങളെ എൻ്റെ തമ്പുരാൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കും. നിന്റെ പ്രശ്നങ്ങളെ എൻ്റെ കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അടുത്ത 7-ാം മാസം തുടക്കം മുതൽ നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ബിസിനസ്സിനകത്ത് വലിയൊരു കുതിച്ചുകയറ്റ. ശുശ്രൂഷകന്മാരോട് പറയട്ടെ, വലിയൊരു കുതിച്ചുകയറ്റ നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ. ഓ ജീസസ്. ഈ സഹോദരി ഓടി വന്ന് എന്തിനാണെന്നറിയാമോ? ഇന്നലെ ബൈപ്പാസിൽ അവിടെ കണ്ട് വെച്ച് ഈ സഹോദരി അങ്ങ് മറിഞ്ഞ് വീഴാൻ പോയി. പക്ഷേ ആരോ വന്ന് കൈ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് പോലെ. ആമേൻ ആമേൻ ആമേൻ. ഇതിവിടെ ഉറപ്പിക്കാനാവട്ടോ, ഇതിവിടെ അറ്റസ്റ്റ് ചെയ്യുക. എന്താണെന്നറിയാമോ? ഇല്ല, നീ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊരു കുറവ് വന്നാലും, ഒരു പോരായ്മ വന്നാലും ഇരുചെവി അറിയാതെ അതിനെ പരിഹരിച്ചുകൊണ്ട്, ആ കാനാവിലെ വിഷയത്തെ പരിഹരിച്ചുകൊണ്ട് അവരെ മാനിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നീ മാനിക്കപ്പെടാൻ പോവാ. ദൈവ പൈതലേ, നീ മാനിക്കപ്പെടാൻ പോവാ. നിന്റെ കുടുംബം മാനിക്കപ്പെടാൻ പോവാ. നിന്റെ മക്കൾ മാനിക്കപ്പെടാൻ പോവാ. നിന്റെ സാമ്പത്തിക മേഖലകളിൽ മാന്യത.
എൻ്റെ ഓട്ടത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് കാണണം. എനിക്ക് ഇതൊക്കെ ഒന്ന് കാണണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ഒന്ന് കാണണ്ടേ. അടുത്തിരിക്ക് നാളെ ചോദിച്ചു, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിച്ചേ. ഒന്ന് കാണണ്ടേ. ഊറാധാനാറാബ എന്നും ഇങ്ങനെ നിന്നാ മതിയോ? നിന്റെ വീടിൻ്റെ മുഖച്ഛായ മാറുന്നതൊന്ന് കാണണ്ടേ. കാണണ്ടേ. ദൂറാബ ശന്തന, നിന്റെ മക്കളുടെ ഭാവി അപ്പാടെ മാറുന്നതൊന്ന് കാണണ്ടേ. കാണണോ പറ. ഹല്ലേലൂയ. ആമേൻ. അതിൽ കർത്താവിന്റെ വചനത്തിൽ ഉറപ്പായിട്ട് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം മാറിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ആമേൻ. വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, എല്ലാ ആഴ്ചയിലും വന്ന് കർത്തൃമേശ കൂടിയാൽ മാത്രം പോരാ, ദൈവവചനത്തിൽ നിലനിൽക്കണം. ആമേൻ. അവന്റെ വചനം എന്താ? ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് അവൻ പറഞ്ഞിട്ടില്ലേ? നിനക്കെതിരെ പിശാചിന്റെ ഒരായുധവും ഫലിക്കത്തില്ല. ഒരു വശത്ത് 1000 പേര് വീണാലും മറുവശത്ത് 10,000 വീണാലും നിനക്കൊരു ഹാനിയും വരികയില്ല. ആമേൻ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണോ? ആരൊക്കെ എന്താ വിചാരിച്ചാലും ആമേൻ, നിന്നെ നശിപ്പിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നമുക്ക് അനുകൂലമാ. ആമേൻ. ദൈവം നമുക്ക് അനുകൂലമാ. വിശ്വസിക്കുന്ന ഓരോരുത്തരും ആർത്തു വിളിച്ചു സ്തുതിച്ചേ. അടുത്തിരിക്കുന്ന ആള് പറ, ദൈവം അനുകൂലമാന്ന് പറ. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാ. നിങ്ങളുടെ ഭാവിയിൽ ദൈവം അനുകൂലമാ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവം അനുകൂലമാ. ശുശ്രൂഷകന്മാരെ, ദൈവം നമുക്ക് അനുകൂലമാ. ആമേൻ. ദൈവം അനുകൂലമാണെങ്കിൽ ഞാൻ എൻ്റെ കഴിവിലേക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ കഴിവ് അവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ദൂതുകളും അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ വർഷവും നമുക്ക് തങ്കുപുറത്തിലൂടെ ദൂത് കിട്ടി. ഈ ദൂതൊക്കെ നടക്കുന്ന കാര്യമല്ല, പിന്നെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നൂടെ പറയാം, ഓരോ ദൂതും ഓരോ പ്രവചനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അതിപ്പോൾ നാളെ നടക്കുമെന്ന് ആരും വിചാരിക്കല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് നടത്താൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഈ 2026 ഈ 2026 ആമേൻ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കൂടെ വസിക്കുമ്പോൾ, ആമേൻ, കർത്താവിൻ്റെ കൂടെ വസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. ആമേൻ. എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം 2026 എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായി മാറണം. 2026 നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടല്ല 2026 കടന്നത്. 25 കൊടുത്ത പ്രാർത്ഥനാ വിഷയങ്ങളിൽ കുറേ വിഷയങ്ങളുമായിട്ടല്ലേ നമ്മൾ കയറിയത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? 2027 പ്രവേശിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒരു പ്രാർത്ഥനാ വിഷയങ്ങളും കാണരുത്. മറിച്ച് നീ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയങ്ങളുടെയും വിടുതൽ കണ്ടുകൊണ്ട് വേണം 2027 പ്രവേശിക്കാൻ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ചേർന്നൊന്ന് ആർത്ത് വിളിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ 2026
ഞാൻ എൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റണം. 2026 ദൈവദാസന്മാരിലൂടെ എന്നെ കേൾപ്പിച്ചതായ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എനിക്ക് കാണണം. എനിക്ക് കാണണം. ആഗ്രഹിക്കുന്നുണ്ടോ? കാണണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പലപ്പോഴും ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പലപ്പോഴും ഇത് നടക്കാത്തതിൻ്റെ കാരണം വീണ്ടും നമ്മൾ ലോകപ്രകാരം നമ്മുടെ ചിന്തകൾ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുകയാണ്. നമ്മൾ വീണ്ടും ലോകത്തിന് അനുരൂപരായി മാറുകയാണ്. പിടികിട്ടുന്നുണ്ടോ? ആമേൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ പറയുന്നു, പക്ഷെ വീണ്ടും ലോക മനുഷ്യൻ നമ്മുടെ തലയിൽ കയറുകയാണ്. അതുകൊണ്ടാണ് കേൾക്കുന്ന പല ദൂതും പ്രവചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത്. ഹല്ലേലൂയ. ഗലാത്യരുടെ ലേഖനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടും വീണ്ടും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് വീണ്ടും നിങ്ങൾ അവയ്ക്ക് അടിമപ്പെടാൻ നോക്കുകയാണ്. ലോകത്തിന് അടിമപ്പെടാൻ നോക്കുകയാണ്. ലോക നിയമങ്ങൾക്ക്, ലോകം പറയുന്ന വാക്കിന് നമ്മൾ അടിമപ്പെടാൻ നോക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കുക. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമാകണം. ഇല്ല, എന്നെ അന്ത്യത്തോളം നടത്താൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഞാൻ വിശ്വസിച്ച ആരെക്കുറിച്ചാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. പൗലോസ് പറഞ്ഞത് നമുക്കറിയാമല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. അടുത്ത കർത്താവിനെ അറിയേണ്ട പോലെ അറിയണമെന്ന് പറ. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം. ഇല്ല, എൻ്റെ ജീവിതകാലത്ത്, എൻ്റെ യാത്രയിൽ എൻ്റെ വഴി മുടക്കാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ഇല്ല, ഞാൻ എത്തേണ്ടിടത്ത്, എത്തേണ്ട സമയത്ത് ഞാൻ എത്തുക തന്നെ ചെയ്യും. എന്നെക്കുറിച്ച് ദൈവം ഇട്ടിരിക്കുന്ന ആ പദ്ധതി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ സമയാസമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. അതിനകത്ത് എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ എൻ്റെ ജ്ഞാനമോ എൻ്റെ പ്രവൃത്തിയോ ആവശ്യമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തൻ്റെ പ്രിയന് അവൻ ഉറക്കത്തിൽ കൊണ്ട് കൊടുക്കും. തൻ്റെ പ്രിയന്, തന്നോട് പറ്റിയിരിക്കുന്നവന്, തന്നോട് ചേർന്നിരിക്കുന്നവന് ഉറക്കത്തിൽ. അവൻ്റെ പ്രവൃത്തി നിർജീവമായിരിക്കുമ്പോൾ അവന് ദൈവം കൊണ്ട് കൊടുക്കും. ഈ ദിവസങ്ങളിൽ നീ മൗനമായിരുന്നാൽ, നീ അനങ്ങാതിരുന്നാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നത് നീ കാണാൻ പോവാ. ദോറാബ ശന്തന, നീ പിറുപിറുക്കാതിരിക്കാമോ? നീ പരാതിപ്പെട്ടിയാകാതിരിക്കാമോ? ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ പോവാ. അവൻ്റെ പ്രവൃത്തി എന്താണെന്നറിയാമോ? നിന്റെ വീടോടെ ഉണ്ടെന്ന് നാട്ടുകാർ അറിയണം. ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ടെന്ന് നാട്ടുകാർ അറിയണം. ആമേൻ, ആമേൻ. ദൈവത്തെ വിളിക്കുന്ന ഒരു വീട് ഈ ദേശത്തുണ്ടെന്ന് നിന്റെ നാട്ടുകാർ അറിയണം, നിന്റെ ബന്ധുക്കൾ അറിയണം. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹമുള്ള ഒരു വീടുണ്ടെന്ന് നാട്ടുകാർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ അറിയണം, അറിയണം, അറിയണം. ചിരിബി ശാന്തന ദൂരബലറ ഖാനറ ഷാതലറബ ദേരികിനിരിബി ശാന്തന ഓ രുധിരിബി ഷാതുലറബ. അറിയണം, 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 അറിയണം. കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ച് 10 പേർ അറിയണം, അറിയണം. ഇങ്ങനെ ഒരു കുഞ്ഞ്, ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു മോള് ഞങ്ങളുടെ സ്കൂളിലുണ്ടെന്ന്, ഞങ്ങളുടെ ഓഫീസിലുണ്ടെന്ന് വല്ലതും അറിയണം, 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 അറിയണം. നിങ്ങളെ തേടി ജനങ്ങൾ വരണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുണ്ടല്ലോ, ഒരു വിടുതലിൻ്റെ വീടായിട്ട് മാറണം. ആമേൻ, ആമേൻ. നിങ്ങളുടെ വീടൊരു വിടുതലിൻ്റെ വീടായി മാറണം. രോഗസൗഖ്യങ്ങളുടെ വീടായിട്ട് മാറണം.
നമ്മുടെ വീടുകൾ വേണം പ്രസിദ്ധമാകാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ന് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നത് ആരുടെ പേരാണെന്നറിയാമോ? ആമേൻ, ആമേൻ. ദൈവമക്കളുടെ പേരിനേക്കാൾ ഉപരിയായി ഹോസ്പിറ്റലുകളുടെ പേരാ വലുതായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നാളുകളിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യ നൂറ്റാണ്ടിൽ വലുതായത് ഹോസ്പിറ്റലിൻ്റെ പേരാണോ, ദൈവമക്കളുടെ പേരാണോ, സഭയുടെ പേരാണോ? വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. ആദ്യ നൂറ്റാണ്ടിൽ വലുതായത് ഹോസ്പിറ്റലിന്റെ പേരല്ല, അവിടെ ഒരു വൈദ്യന്റെ പേരെ പ്രസിദ്ധമായുള്ളൂ. ആ വൈദ്യന്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ആ വൈദ്യനെ ഉള്ളിൽ വഹിക്കുന്ന നിങ്ങളുടെ പേര് വേണം ഈ ദിവസങ്ങളിൽ വലുതാകാൻ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ പേര് വലുതാകണം. ആമേൻ, ആമേൻ, ആമേൻ. ഈ നാളുകളിൽ നിങ്ങളുടെ വീടിന്റെ പേര് വേണം വലുതാകാൻ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മേ, ശുശ്രൂഷകന്മാരെ, നമ്മുടെ പേര് വലുതാകണം. നമ്മുടെ പേര് വലുതായേ പറ്റത്തുള്ളൂ. ആമേൻ. ജീവന്റെ വചനമാണ് നമ്മുടെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേര് വലുതാകണം. ഈ ദിവസങ്ങളിൽ അതെല്ലാം നടക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ അതെല്ലാം കാണാൻ പോവാ. ആമേൻ. നാട്ടുകാർ പറയണോ, ഹല്ലേലൂയ, കണ്ടോ, ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനെ ഒരു വീടുള്ളതാ ഞങ്ങളുടെ അനുഗ്രഹമെന്ന് പറയണം, 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 പറയണം. ആമേൻ, ആമേൻ. നിങ്ങളുടെ വീട്, ഞാൻ വീണ്ടും പറയാം, ഒരു വിടുതലിന്റെ ഭവനമായിട്ട് മാറണം. ഒരു വിടുതലിന്റെ ഭവനമായിട്ട് മാറണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. മുഴങ്ങാൻ പോവാ. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം എവിടെയോ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, നമ്മുടെ കാതുകളിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങാൻ പോവാ. നിന്റെ പേരവൻ വിളിച്ച് നിന്നോട് കർത്താവ് സംസാരിക്കുന്ന നാളുകളാ. ചേർന്ന് കർത്താവിനെ ഒന്നുകൂടി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ഈ പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ വീണ്ടും ഭയപ്പെടുകയാ. അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ എൻ്റെ ജീവിതത്തിൽ കുഴപ്പം വരത്തില്ലേ, അല്ലേ, അതും കൂടി ഒന്ന് ആയിക്കോട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ ഒരുവൻ, അവനൊരു ധൈര്യം ഉണ്ടാകണം. ബൈബിൾ തന്നെ പറയുന്നില്ലേ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യുവീൻ, കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവീൻ. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്താൽ അവിടെ പരാജയം വരത്തില്ല. 100% ഉറപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചെയ്തു നോക്കിക്കേ, ഒരിക്കലും പരാജയപ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തോട് കൂടെ മറ്റ് വേറെ ചിലതും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അവിടെയാണ് നടക്കാതെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ചില സാഹചര്യങ്ങൾ നമുക്കിതൊക്കെ ചെയ്യേണ്ടി വരാം. ചില സാഹചര്യങ്ങൾ കർത്താവിന് പണക്കമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ തെറ്റാന്ന് ബോധ്യമായിട്ടും വീണ്ടും അതെല്ലാം ചെയ്ത് ഫേസ്ബുക്കിൽ വരെ കൊടുക്കാൻ മടിയില്ല. ഇപ്പം നമ്മൾ തന്നെ വഴി അടക്കുക. ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാ? കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നവൻ ഈ ലോകത്തിനുള്ളവനേക്കാളും വലിയവനാ. മനസ്സിലായോ? നിങ്ങളെ ഉള്ളംകരങ്ങളെ കൊണ്ട് നടക്കാൻ എൻ്റെ ഈ കർത്താവ് മതിയായവനാ. ലോകം ഒരിക്കലും നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മളെ കർത്താവ് വിളിച്ചത് തന്നെ തൻ്റെ മഹത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാ. ആമേൻ. ചില സാഹചര്യങ്ങൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും, അത് കർത്താവിനറിയാം. പക്ഷെ മനഃപൂർവമായി വീണ്ടും അതിനകത്ത് അടിമപ്പെട്ടാൽ എൻ്റെ വഴി തന്നെ ഞാൻ അടയ്ക്കുകയാ. ആമേൻ. എൻ്റെ വാതിൽ തന്നെ ഞാൻ അടയ്ക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിലുള്ള ഓട്ടം അത് സ്ഥിരതയോടെ ഓടണം. ആമേൻ. അതിനാ ബൈബിൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ
യേശുവിനെ നോക്കിക്കൊണ്ട് വേണം ഓടാൻ. ആമേൻ. യേശുവിനെ നോക്കിക്കൊണ്ട് വേണം ഓടാൻ. ആമേൻ. അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ മാത്രമാണ് സകലത്തെയും ജയിച്ചത്. ബാക്കി എല്ലാവരും മരണത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി, മരണത്തിൻ്റെ മുമ്പിൽ വീണുപോയി. എന്നാൽ മരണത്തെ വീഴ്ത്തിയ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആമേൻ, ആമേൻ. മരണത്തിന് മുമ്പിൽ പരാജയപ്പെടാത്തവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. മരണത്തെ ജയിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞേ യേശു. ഒന്നുകൂടെ വിളിച്ചു പറ പേര് യേശുവേ. ആമേൻ, 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 ആമേൻ. ഇന്നിവിടെ തടഞ്ഞു കിടക്കുന്ന പല നന്മകളും വെളിപ്പെടുന്ന ദിവസമാണ്. ആമേ റോദുരിബി ഷഖനറ ബല ബല ബലബ ദൂരാബ ശന്തന. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചില കാര്യങ്ങൾ സഭ തിരിച്ചറിയണം. സഭ ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ നാളുകളിൽ പ്രദർശിപ്പിക്കാൻ പോവാ. ആമേൻ, ആമേൻ. സഭയെന്ന് പറഞ്ഞാൽ തങ്കുപുറത്ത് തോമസ് ടൂട്ടൂറ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും സഭയാ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ദേശക്കാരുടെ മധ്യത്തിൽ ഒരു അത്ഭുതമായിട്ട് മാറണം. ഇവിടെ നടക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും, ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ കഴിവിലേക്ക് നോക്കരുത്, നമ്മുടെ യോഗ്യതയിലേക്ക് നോക്കരുത്, നമ്മുടെ ബലത്തിലേക്ക് നോക്കരുത്. ആമേൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, പറ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ നിന്റെ കുടുംബം ഒരു നാളും ലജ്ജിക്കത്തില്ല. ചില കാര്യങ്ങൾ അല്പം താമസിച്ചു പോയാലും വരുന്നത് ഏറ്റവും മഹത്തരമേറിയതായിരിക്കും. ആമേൻ. ഏറ്റവും മഹത്തരമേറിയതാ. ചില കാര്യങ്ങൾക്ക് ഒരല്പ കാലതാമസം വന്നാലും വരാൻ പോകുന്ന നന്മയുണ്ടല്ലോ, ആമേൻ, ഏറ്റവും ശ്രേഷ്ഠമേറിയതായിരിക്കും. ഈ ദിവസങ്ങളിൽ അതാ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. ചിലത് നമ്മൾ വിചാരിക്കും, കർത്താവേ ഇതെന്താ ഇത്ര താമസിച്ചത്? വരട്ടെ, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നീ കണ്ടോണം. ആമേൻ, ആമേൻ. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞല്ലേ യേശു വന്നത്. ആമേൻ. വരട്ടെ, യേശു ചെയ്യാൻ പോകുന്നത് എന്താന്ന് കണ്ടോണം. ആ നഷ്ടപ്പെട്ട നിന്റെ മാന്യതയ്ക്ക്, ആ നിന്ദയ്ക്ക് പകരമായി അതേ ജനത്തിന്റെ മധ്യത്തിൽ, അതേ നാട്ടുകാരുടെ മധ്യത്തിൽ അവരുടെ വാ അടപ്പിക്കുന്ന നിലയിൽ, നിന്റെ വിശ്വാസം സത്യമാണെന്ന് ലോകത്തിന് ബോധ്യമാകുന്ന നിലയിൽ, നിന്റെ ബന്ധുക്കൾക്ക് മനസ്സിലാകുന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിന്റെ വീട്ടിൽ നീ കാണാൻ പോകുക. ശന്തന. വീട്ടുകാർ കളിയാക്കുന്നുണ്ടല്ലേ, നാട്ടുകാർ കളിയാക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിന്റെ വിശ്വാസമാണ് വലുത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവരുടെ ഇവരുടെ വാക്ക് കേട്ട് നീ ഒന്നും ചെയ്യണ്ട. നിനക്ക് കേൾക്കാനായിട്ട് അവന്റെ ശബ്ദം നിന്റെ മുമ്പിലുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ലോകത്തിന്റെ അന്ത്യത്തോളൂ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിനക്കെതിരെ ആര് എന്തും പറഞ്ഞോട്ടെ, നിനക്കെതിരെ ആര് എന്തും ചെയ്തോട്ടെ, നിനക്കൊരു ദോഷവും വരാതെ നിന്റെ പരിചയം, നിന്റെ പലകയുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ നായകനായിട്ട് നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ ഇടയനായിട്ട് നിന്റെ കൂടെയുണ്ട്. ഉണ്ടോ? എത്ര പേര് പറയും ഉണ്ടെന്ന്? എത്ര പേര് പറയും? മക്കളെ ഓർത്താലും ഭാരപ്പെടല് കേട്ടോ. നിന്റെ മക്കളുടെ കൂടെ കർത്താവാ ഉള്ളത്. നിന്റെ മക്കളെ നടത്തുന്നത് കർത്താവാ. ഓ റാബ ശന്തന. ആമേൻ. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. ഓ ജീസസ്. അമ്മ, ഞാൻ പറയാൻ വന്ന കാര്യം കർത്താവ് വേറൊരു ദിവസം പറയാം. ക്ഷീണിക്കരുത്, മടുക്കരുത്. ആമേൻ. ക്ഷീണിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മടുത്താൽ എന്താ സംഭവിക്കുന്നത്? ആമേൻ, ആമേൻ. അത് കർത്താവ് പിന്നെ പറയാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയാം. ആമേൻ. കർത്താവിനെ അറിഞ്ഞവര്, യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചവര്, ആ ഒരു ഉറപ്പിൽ വേണം നടക്കാൻ, ആ ഒരു ധൈര്യത്തിൽ വേണം നടക്കാൻ. ആമേൻ. ആ ധൈര്യത്തിൽ നീ മുമ്പോട്ട് വെക്കൂ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നും കാണുന്നില്ല, പക്ഷേ നിന്റെ കാല് എവിടെയെങ്കിലും വഴുതാൻ തുടങ്ങിയാൽ ആ കരം നിന്നെ എങ്ങനെ പൊതിഞ്ഞങ്ങനെ എടുക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ പിതാവ് മാറോട് ചേർക്കുന്നത് പോലെ, ആമേൻ, നീ ഈ ദിവസങ്ങളിൽ അവന്റെ മാറോട് ചേരുന്ന അനുഭവം, ആമേൻ, ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാൻ പോവാ. ഓ
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്. വിളിച്ചവൻ വിശ്വസ്തൻ തന്നെ. അടുത്തിരിക്കുന്ന ആളുകൾ വിളിച്ചവൻ വിശ്വസ്തൻ തന്നെ. ആമേൻ. അവൻ അന്ത്യത്തോളം നിന്നെ ഉള്ളങ്കരങ്ങളിൽ പൊന്നുപോലെ നടത്താൻ മതിയായവന. പഴയ നിയമത്തിൽ വാക്യമുണ്ട്, യെശയ്യാ പ്രവാചക പുസ്തകം 54-ാമത്തെ അധ്യായത്തിലാ. നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവാകുന്നു. സൃഷ്ടാവ് ആരാന്നറിയാമോ? നിന്റെ ഭർത്താവ്. ആമേൻ, ആമേൻ. അതൊന്ന് വായിച്ചിട്ട് പോവാം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 54-ാമത്തെ. ഇരിക്കണ്ട, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ഭയപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആൾ പറ, ഭയപ്പെടേണ്ട, ഒന്നിനെയും ഭയപ്പെടേണ്ട. ഇന്ന് നിന്റെ മുമ്പിൽ എന്ത് പ്രതിസന്ധി വന്നോട്ടെ, നീ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ടെന്ന് പറ. ഞാൻ ഭയപ്പെടത്തില്ല. ഇപ്പം മുമ്പിലുള്ള വിഷയത്തെ നോക്കിക്കൊണ്ട് പറയണം, ഇല്ല ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ പേടിക്കത്തില്ല. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ലജ്ജിച്ചു പോകത്തില്ല. ഇല്ല, ലജ്ജിക്കാൻ നിന്നെ ദൈവം അനുവദിക്കത്തില്ല. ആ കൊച്ചുകുഞ്ഞു ഉപദേശിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ, തക്ക സമയത്ത് ലജ്ജിക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ ദൈവം തൻ്റെ കരം നിന്റെ മേൽ നീട്ടും, നിന്റെ വിഷയത്തിൻ്റെ മേൽ നീട്ടും, നിന്റെ തലമുറയുടെ മേൽ നീട്ടും, നിന്റെ കടഭാരത്തിന്റെ മേൽ നീട്ടും. ആമേൻ. നീട്ടും. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അവന്റെ കരം നിന്റെ മേൽ നീളാൻ പോവാ. ആമേൻ. ഇന്ന് പകൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്തായിരിക്കുന്ന നമ്മുടെ തലമുറയുടെ മേൽ യേശുവിന്റെ കരം നീളുകയാ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. നീ ലജ്ജിച്ചു പോകുകയില്ല. പിന്നെ ഭ്രമിക്കേണ്ട. വേണ്ട, അതിന്റെ ആവശ്യമില്ല. കൂളായിട്ടിരിക്കാൻ പറ. തണുക്കാൻ പറ. സ്തോത്രം. നീ ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. ഭയപ്പെടത്തില്ല, ലജ്ജിക്കത്തില്ല, നാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്നാൽ നിന്റെ തല ഇനിയും താഴാൻ നാണിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? നമ്മുടെ തല താഴുകയല്ലേ? ഇല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് നീ നാണിച്ച് തല താഴ്ത്തുകയല്ല, നീ തല ഉയർത്തിപ്പിടിച്ച. അതെ, നിന്റെ തല ഉയരാൻ തക്കവണ്ണം പലതും ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് നിന്റെ വീടിനകത്ത് ചെയ്യാൻ പോവാ. ആമേൻ. ഇവിടെ ഉണ്ടല്ലോ സമ്പന്നന്മാരുടെ എണ്ണം കൂടാൻ പോവാ. സമ്പന്നന്മാരുടെ എണ്ണം സ്വർഗീയ സഭയിൽ വർദ്ധിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക സമൃദ്ധി സഭയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാ. നിങ്ങളുടെ തല ഉയരട്ടെ. ദേശത്ത് നിങ്ങളുടെ തല ഉയരട്ടെ. ശുശ്രൂഷകന്മാരെ, നമ്മുടെ തല ഉയരാൻ പോവാ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ശുശ്രൂഷകൾ യേശുവിന്റെ നാമത്തിൽ. സന്തോഷ് ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ആമേൻ വലിയ ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോവാ. യേശുവിൻ നാമത്തിൽ. ആമേൻ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണിച്ച് തല താഴ്ത്താൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ ലജ്ജിക്കത്തില്ല, ഞാൻ ഭ്രമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നാണിക്കത്തില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. ഇന്ന് വരെ ഉണ്ടായിരുന്ന പല ലജ്ജയും പഴങ്കഥയായിട്ട് മാറാൻ പോവാ. നീ ഇനി അതൊന്നും ഓർക്കാത്ത നിലയിൽ നിന്റെ ജീവിതത്തെ എൻ്റെ ദൈവം അപ്പാടെ മാറ്റാൻ പോവാ. നിന്റെ വീടിനെ എൻ്റെ ദൈവം അപ്പാടെ മാറ്റാൻ പോവാ. അങ്ങനെയൊന്നും ഉണ്ടായോ എന്ന് പോലും നിനക്ക് സംശയം വരുന്ന നിലയിൽ നിന്റെ അവസ്ഥകൾ മാറാൻ പോകുകയാ.
ആമേൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ നിന്റെ ഭർത്താവ്. സൃഷ്ടാവാകുന്നു നിന്റെ എനിക്കൊരു നല്ല ഭർത്താവുണ്ട്. എനിക്കൊരു നല്ല ഭർത്താവുണ്ട്. ആമേൻ, ആമേൻ. ഒരു ഭർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? തൻ്റെ ഭാര്യ ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കണം. പറ, അടുത്തിരിക്കുന്ന എനിക്കൊരു നല്ല ഭർത്താവുണ്ടെന്ന് പറ. ഈ ലോകത്തിലെ ഭർത്താവിനെ പോലെയല്ല, അതിനേക്കാൾ എന്നെ കരുതുന്ന ഒരു നല്ല ഭർത്താവ്. ഈ ലോകത്തിലെ എൻ്റെ ഭർത്താവ് ഞാൻ എന്താണെന്ന് ആഗ്രഹിക്കുന്നു അതിനേക്കാൾ അധികമായി. ഹല്ലേലൂയ. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെ ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു നല്ല ഭർത്താവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഈ മാർഗത്തിൽ നീ ഇറങ്ങി തിരിച്ചോ. അത് നിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാ. ഇനി നീ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്ക് ഏറ്റെടുത്തു. ഇനി നിന്റെ ജീവിതത്തിൽ നീ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, വരത്തില്ല, വരത്തില്ല. ദൈവത്തിന് വല്ലതും അസാധ്യമായിട്ടുണ്ടോ? ഒച്ചേ പറ, ഉണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാം, ഈ വരുന്ന 6-ാം മാസം വരെ എൻ്റെ കർത്താവ് ചിലത് ക്രമീകരിക്കുന്ന നാളുകളാ. നിന്റെ വീടിനകത്ത് പല കാര്യങ്ങളെയും എൻ്റെ യേശു ക്രമീകരിക്കുന്ന നാളുകളാ. ഇനി 7-ാം മാസത്തിന്റെ തുടക്കം മുതൽ ആമേൻ, ആമേൻ, ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ നിന്റെ ജീവിതമുണ്ടല്ലോ ഉന്നതമായ നിലയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ. ജീസസ്. കരങ്ങൾ ഉയർത്തി ആർപ്പ് വിളിയോടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ആർപ്പ് വിളിയോടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. വേണ്ട, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ. എത്ര പേര് പറയും യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ കുടുംബ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ? യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ ആയുസ്സിൽ, എൻ്റെ ആരോഗ്യത്തിൽ നല്ലതേ വരത്തുള്ളൂ. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ തലമുറയിൽ നല്ലതേ വരത്തുള്ളൂ, നല്ലതേ വരത്തുള്ളൂ. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ നല്ലതേ വരത്തുള്ളൂ. എൻ്റെ ബിസിനസ്സിൽ നല്ലതേ വരത്തുള്ളൂ, നല്ലതേ വരത്തുള്ളൂ, നല്ലതേ വരത്തുള്ളൂ. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? എൻ്റെ ഈ ശരീരത്തിൽ നല്ലതേ വരത്തുള്ളൂ എന്ന് പറ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ഈ ശരീരത്തിൽ നല്ലതേ വരത്തുള്ളൂ. എൻ്റെ ഈ അവയവങ്ങളിൽ നല്ലതേ വരത്തുള്ളൂ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നല്ലതേ വരത്തുള്ളൂ. നിങ്ങളുടെ ഭാവിയിൽ നല്ലതേ വരത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ, ആമേൻ. എന്നതിന് മധ്യത്തിൽ തടഞ്ഞു കിടക്കുന്ന പല നന്മകളും എൻ്റെ കർത്താവ് വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. ആമേൻ, 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 ആമേൻ. ദൈവദാസന്മാർ വന്നാട്ടെ. ഓ റാബ ഷഥലറബ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഭൂമിയിൽ ഒരു വിഷയത്തിൻ്റെ മേൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ ആമേൻ, ആമേൻ. ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ അത്ഭുത കരം ഇന്നിവിടെ ചലിക്കാൻ പോവാ. ആമേൻ, ആമേൻ. സ്പോണ്ടിലോസിസ് പോലെയുള്ള ചില പ്രയാസങ്ങൾക്ക് ഇന്ന് പകൽ ഇവിടെ അത്ഭുതകരമായി വിടുതൽ വരാൻ പോവാ. നിങ്ങളുടെ പെടലി നിങ്ങൾക്ക് തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പെടലി ഇടയ്ക്ക് ഇങ്ങനെ വെട്ടിപ്പോകുന്നു. ആമേൻ, വേദന, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചു. ഓ ഷിഗര പര പര പല. ശരിക്കും കൈ ഉയർത്തിപ്പിടിച്ചു. ദൂറാബ ശന്തന. ആമേൻ, 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 ആമേൻ. ഷാജിബന്റെ ഉള്ളിൽ കർത്താവ് പറയുന്നു, വെരിക്കോസ് വെയിനുകൾ കർത്താവ് സൗഖ്യമാക്കാൻ പോവാ. ആമേൻ, ആമേൻ. നാളുകളായിട്ട് ശരീരത്തിലെ വ്രണങ്ങൾ എൻ്റെ കർത്താവ് സൗഖ്യമാക്കും. നാളുകളായിട്ട് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ അലർജി രോഗത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവാ. ആമേൻ, 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 ആമേൻ. ഏറ്റെടുത്തോണം, ഏറ്റെടുത്തോണം. തൈറോയിഡ് എൻ്റെ യേശു സൗഖ്യമാക്കുകയാ.
മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകാൻ പോകുന്നു എന്ന് ഏതോ ഒരു വിഷയത്തിൽ ഭയപ്പെട്ട് ഇതിന്റെ മധ്യത്തിൽ ആരോ വന്നിട്ടുണ്ടെന്ന് കർത്താവ് പറയുന്നു. ജപ്തി പോലെയോ മറ്റെന്തോ അതുപോലെ ചെറിയ വിഷയം, ചെറുതല്ല വലിയ വിഷയം. അങ്ങനെയുള്ള കൈ ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെ ഒരു വലിയ നിന്നയുടെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ശരിക്കും കൈ ഉയർത്തിപ്പിടിച്ചു. ആമേൻ, ആമേൻ. മുമ്പോട്ട് പോലെ നിങ്ങളുടെ മുമ്പോട്ട് വാ. അങ്ങനെ ആ വിഷയം അനുഭവിക്കുന്നത് മുമ്പോട്ട് വാ. തൂറാബ ശന്ധന റീഖനറബല ഹത്തര. യേശുവിൻ്റെ നാമത്തിൽ ലജ്ജിക്കാനല്ല കർത്താവ് വിളിച്ചത്. ആമേൻ, ആമേൻ. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്പോണ്ടിലോസിസ്, ആമേൻ, അത് കർത്താവ് വ്യക്തമായിട്ട് പറയുക, സൗഖ്യമാക്കാൻ പോവുക. ആ പെടൽ തിരിക്കാനൊക്കെ അവരൊന്നുകൂടെ കൈ ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെയുള്ളവരും കൂടെ മുമ്പോട്ട് പോര്. ആമേൻ, 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 ആമേൻ. യേശുവിൻ്റെ കരം ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, അവൻ്റെ കരത്തിൻ്റെ ബലം ഈ ദിവസങ്ങളിലാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. അസ്ഥികളിൽ കർത്താവ് തൻ്റെ ജീവൻ പകരാൻ പോവാ. നിന്റെ നടുവിനെ എൻ്റെ കർത്താവ് തൊടാൻ പോവാ. നിന്റെ പാദങ്ങളെ എൻ്റെ കർത്താവ് തൊടാൻ പോവുക. ആമേൻ, 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 ആമേൻ. സൗഖ്യത്തിൻ്റെ വലിയ തിരമാല ഇന്ന് ഇതിന്റെ മധ്യത്തിൽ അടിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികളുടെ വേദനയുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചു. ദുരബാബ റിബിന്റെ വാരിയലിൻ്റെ ഒക്കെ ഇവിടെ ബുദ്ധിമുട്ടുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചു. അസ്ഥികൾ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ, ആമേൻ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മുമ്പോട്ട് ഓടിപ്പോരും. മുമ്പോട്ട് ഈ പറഞ്ഞതോ പറയാത്തതുമായ അലർജികളോ അങ്ങനെ ഈ അസ്ഥികളുടെയൊക്കെ വേദന മറ്റ് പ്രയാസങ്ങളോ മുമ്പോട്ട് ഓടിപ്പോര്. ദിരിബി ശന്ധന. ആമേൻ. അനാവശ്യമായിട്ടുള്ള ഗ്രോത്തുകൾ ഇന്ന് പകൽ ഇവിടെ സൗഖ്യമാകാൻ പോവാ. ഇന്ന് പകൽ ഞാൻ 100% ഉറപ്പായിട്ട് പറയാം, എൻ്റെ യേശു കർത്താവ് നിങ്ങളെ നിന്നയ്ക്ക് വിട്ടുകൊടുക്കുന്നവനല്ല. എൻ്റെ യേശു കർത്താവ് നിങ്ങളെ മാന്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാ. ശന്തന. ആമേൻ, 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 ആമേൻ. സ്റ്റിഫായിരിക്കുന്ന വിരലുകളെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുകയാ. നാളുകളായിട്ടുള്ള നിന്റെ തലവേദനകൾ ഇന്ന് പകൽ എൻ്റെ യേശു സൗഖ്യമാക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവദാസന്മാര് ഇവരൊന്ന് തൊട്ടൊന്ന് പ്രാർത്ഥിച്ചേ. വന്നാട്ടെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചേ യേശുവിൻ്റെ നാമത്തിൽ. ഇനിയും നിങ്ങൾക്ക് ഒരു ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നവർക്ക് മുമ്പോട്ട് വരാം. നാളുകളായിട്ട് വയറ്റിലെ ചില പ്രയാസങ്ങൾ, അസിഡിറ്റി പോലെയുള്ള ചില പ്രയാസങ്ങൾ, ആമേൻ, ആമേൻ. വയറ്റിലെ ദഹനത്തിൻ്റെതായ ചില പ്രയാസങ്ങൾ, ആമേൻ, ആമേൻ. എൻ്റെ കർത്താവിൻ്റെ അത്ഭുത കരം, ആമേൻ. പ്രാർത്ഥിച്ചവര് പോകാതെ അവിടെ ഒരു നിമിഷം ഒന്ന് നിൽക്കണം. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ ദൈവദാസന്മാര് അവരോടൊന്ന് ചോദിക്കണം. ഒരു സർട്ടിഫിക്കറ്റിന്റെ വിഷയത്തിൽ വിദേശത്തേക്കുള്ള യാത്ര മുടങ്ങി നിൽക്കുന്ന ഒരു കുടുംബം, ഒരു സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ട് അതിനകത്ത് ഒരു പാകപ്പിഴ സംഭവിച്ചു, നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലത്തിൽ വിദേശത്തേക്കുള്ള യാത്ര മുടങ്ങി നിൽക്കുന്ന വ്യക്തികളെ എൻ്റെ യേശു തൊടുന്നതിന് കാണാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കം ഫോർവേഡ്, മുന്നോട്ട് വരണം. കർത്താവ് അവരെ വിടുവിക്കാൻ പോവാം. പോകരുത്. പ്രാർത്ഥിച്ചവര് പോകരുത്. ഇവിടെ സഹോദരി പ്രാർത്ഥിച്ചവരോട് ചോദിക്കണം. ആമേൻ, 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 ആമേൻ. ആ വിഷയത്തിൽ കേട്ടല്ലോ, ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ആ വിഷയത്തെ ലജ്ജിക്കാൻ ദൈവം നിങ്ങള് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവരും ഈ പ്രാർത്ഥിച്ചവരെ ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വന്നവരെ ശ്രദ്ധിക്കണം. അവര് ആ കൊച്ചിനെയൊക്കെ വിളിച്ചേ. ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് പോകാനല്ല, പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു വിടുതൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന്
നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊന്ന് നോക്കണം. ആ പ്രാർത്ഥിച്ച ദൈവദാസന്മാര് അവരോടൊന്നൊരു വാക്ക് ചോദിക്കണം. ആ ഇവിടെ എന്താ 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 25 വർഷമായി അസ്ഥികൾക്കെല്ലാം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൈയുടെ വേദനയെല്ലാം എനിക്ക് മാറിത്തന്നു. അതുകൊണ്ട് എന്നാ ചെയ്യാൻ മേലായിരുന്നു? കൈ മടക്കാൻ മേലായിരുന്നു. പിന്നെ ഇപ്പം ഒത്തിരി സൗഖ്യമായി എനിക്ക്. 25 വർഷം, 25 ഒന്നും രണ്ടും അല്ല, 25 വർഷം. അങ്ങോട്ടൊന്ന് തിരിഞ്ഞെന്നൊരൊന്ന് കാണിച്ചേ. 25 വർഷം അസ്ഥികൾക്ക് വേദനയായിട്ട്, ശരീരം മുഴുവനും വേദനയായിട്ട്, കൈകൾക്ക് ചലിക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഇപ്പൊ എന്നിട്ട് എങ്ങനെയുണ്ട്? ശരിക്കും മടക്കാം എനിക്ക്. ഒന്ന് കൈ അടിച്ചുകൊണ്ടൊന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് കരം അടിച്ചുകൊണ്ടൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ആമേൻ, ആമേൻ. ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്കൂളിൽ ഈ കുഞ്ഞ് അവിടെ സ്കൂളിൽ നിരവധി പ്രാവശ്യം ചെയ്യാത്ത കുറ്റത്തിന് നിന്ന് സഹിച്ച് ലജ്ജിതയായി ഇന്ന് തകർന്നായി അമ്മയും മോളൂടെ വന്നത്. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, വലിയൊരു സമാധാന ഹൃദയത്തിൽ ഇറങ്ങി അമ്മയെ നിന്ന് കരയുക. എന്നാ സംഭവിച്ചേ? ഒരു മോള് മനസ്സറിയാതെ ഓരോ പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് ബ്രഹ്മവിധനെ കൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ചായിരുന്നു. അന്ന് ആ പ്രശ്നം സോൾവ് ആയിരുന്നു. ഇപ്പോൾ അടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സമാധാനമില്ല, ഒരുപാട് തകർന്നാ വന്നത്. ഇപ്പം സമാധാനമായി. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. And glorify your name, and glorify your name in all the earth. വയറുവേദനയായിട്ട് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് വേദനയായിട്ട് വന്നു. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? വേദനയില്ല, വേദനയില്ല, വേദനയില്ല. വേദന മാറി. ഇനിയും സ്കാൻ ചെയ്യണമെങ്കിൽ ചെയ്തോണം. പക്ഷേ അവിടെ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുകയാ. ആമേൻ. ഞാൻ പറയാം, നമ്മുടെ പൈസ ആമേൻ നമുക്ക് അനുഭവിക്കാനുള്ളതാ. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമായിട്ട് പൊക്കോ, ധൈര്യം പോ, സൗകര്യം പൊക്കോ. തുറപര അവിടെ പറഞ്ഞല്ലോ, മക്കളെ നിങ്ങൾ കാണും. പറയണം, ഞാൻ എൻ്റെ കൊച്ചുമക്കളെ ഞാൻ കാണും. മകന് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ഈ 26-ൽ തന്നെ അത്ഭുതം നടക്കട്ടെ. ആമേൻ. ഏകദേശം 1 വർഷമായിട്ട് കൈ നിവർത്തുവാനും മടക്കുവാനും 1 വർഷമായി. കൈക്കും അരപ്പും ഇങ്ങനെയൊന്നും മടക്കാൻ മേലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരുമ്പോ എനിക്ക് കൈയൊന്നും മടിക്കാൻ മേല, അവൻ അവിടെ ഇരിക്കുവായിരുന്നു. പ്രാർത്ഥിച്ചോണ്ടിരുമ്പോ എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിപൂർണമായി എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിക്കുന്നൊക്കെ നല്ലതാ. മെഡിക്കലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള സാക്ഷ്യമാണ് വന്നിരിക്കുന്നത്. ഈ സഹോദരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഹോദരിക്ക് ഒരു ബ്ലീഡിങ്, അതിശക്തമായ ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ വിദഗ്ധ പരിശോധനയിൽ ക്യാൻസറാണെന്ന് വെളിപ്പെട്ടു. ഉള്ളിലൊരു വലിയ മുഴയുണ്ടായിരുന്നു. ക്യാൻസറാണ്. ഇനി ഇത് സർജറി ചെയ്താലും വലിയ ഉറപ്പില്ലെന്ന് വെച്ചാൽ ബുധനാഴ്ച മീറ്റിങ്ങിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം മടങ്ങി മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു മുഴയുടെ ട്രേസ് പോലും ഇല്ല. റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. മുഴ അവിടെ കാണാനില്ല. അത്ഭുത സൗഖ്യം. കൈയൊക്കെ ഒന്ന് ശരിക്കൊന്ന് അടിച്ചേ, കൈയൊക്കെ ഒന്ന് ശരിക്കൊന്ന് അടിച്ചേ. ഹല്ലേലൂയ. യേശു യേശു എന്ന് വിളിച്ചു പറ. യേശു 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 യേശു. ഹല്ലേലൂയ. യേശുവേ, ജീസസ്. ഞാനൊരു കാര്യം പറയാം. ഇന്നിവിടെ വന്ന ഓരോരുത്തരോടും ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ നാണിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ എല്ലാ കർത്താവ് വിടുവിച്ചു. എല്ലാവരുടെയും സാക്ഷി എടുക്കാൻ നമുക്ക് സമയമില്ല.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒരു കാര്യം പറയാം, ഈ ദിവസങ്ങളിൽ നിങ്ങളെ ലജ്ജിക്കുന്ന നിങ്ങളുടെ തല ദേശത്തിൻ്റെ കർത്താവ് മാന്യതയോടെ ഉയർത്താൻ പോവുക, മാന്യതയോടെ ഉയർത്താൻ പോവുക. ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. You will be surprised how God has prepared everything in advance. The way will be open. The reservoir for everything will be open. Manna will fall. The supernatural will become natural. If you believe, shout the name of Jesus, which is the biggest supernatural name. ഇവിടെ വരുന്ന 10,000-കൾക്കും വേറൊരിടത്തും നടന്നിട്ടില്ലാത്തത്, വേറെ ആർക്കും നടത്തിയിട്ടില്ലാത്ത പുതിയതൊന്ന്, ആരും കണ്ടിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ മക്കളിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ മക്കളിൽ, നിന്റെ ആരോഗ്യത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.